നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഫോൾഡബിൾ ഫോൺ എന്നത് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയെ സംബന്ധിച്ച് ആദ്യമൊക്കെ അത്ഭുതമായിരുന്നു. എന്നാൽ സാംസങ് ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കിയതോടെ ഇതൊരു സംഭവമേ അല്ല എന്ന മട്ടിലായി കാര്യങ്ങൾ. ഇപ്പോഴിതാ സാംസങ് Z Flip എന്ന പേരിൽ പുതിയ ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സാംസങ്. സാംസങ്ങിന്റെ ഈ ഏറ്റവും വില കുറഞ്ഞ ഫോൾഡബിൾ ഫോണിന്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. സാംസങ് ആദ്യമിറക്കിയ ഫോൾഡബിൾ ഫോണിൽ നിന്നും ഗാലക്സി Z Flipലേക്ക് എത്തുമ്പോൾ പ്രധാന മാറ്റം വിലയിലാണ്. സാംസങ് ഗാലക്സി Z Flipന് ഇന്ത്യയിൽ 1,999 രൂപയാണ് വില. 8GB റാം 256GB സ്റ്റോറേജ് കോൺഫിഗറേഷനിൽ മാത്രമേ ഗാലക്സി Z Flip ലഭിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഈ ഫോണിന്റെ ബോക്സിൽ കമ്പനി നൽകുന്നത് എന്ന് നോക്കാം. ഫോണിനൊപ്പം ഒരു ഫാസ്റ്റ് ചാർജർ, USB കേബിൾ, ഒരു ഹെഡ്ഫോൺ എന്നിവയും നൽകിയിട്ടുണ്ട്. ഒരു വാറന്റി കാർഡ്, സിം ഇജക്ടർ പിൻ, ലോക്കൽ ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഫോണിന്റെ സുരക്ഷയ്ക്കായി ഒരു കേസ് എന്നിവയാണ് ഈ ബോക്സിൽ സാംസങ് നൽകിയിരിക്കുന്നത്. ഫോൾഡബിൾ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായി പറയുന്ന കെയർ ഇൻസ്ട്രക്ഷൻസും നൽകിയിട്ടുണ്ട്. മിറർ ബ്ലാക്ക് നിറത്തിലാണ് ഈ ഫോൺ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ മിറർ പർപ്പിൾ, മിറർ ഗോൾഡ് എന്നിങ്ങനെ 2 നിറങ്ങളിൽ കൂടി ഫോൺ ലഭ്യമാകുന്നുണ്ട്. 1.1 ഇഞ്ചുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഫോണിൻ്റേത്. ഫോണിന്റെ താഴെയായി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മറ്റൊരു മൈക്രോഫോൺ, സ്പീക്കർ, ഗ്രിൽ പവർ ബട്ടൺ, മറ്റൊരു ഫിംഗർ പ്രിന്റ് സെൻസർ, കൂടാതെ ഒരു വോളിയം റോക്കർ എന്നിവ നൽകിയിട്ടുണ്ട്. ഈ ഫോൾഡബിൾ ഫോണിന്റെ പ്രധാന ഡിസ്പ്ലേ 6.7 ഇഞ്ചാണ്. ഡൈനാമിക് അമോലെഡ് പാനലിലാണ് ഈ ഡിസ്പ്ലേ ഉള്ളത്. ഈ ഡിസ്പ്ലേയെ സാംസങ് ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. അപ്പുറത്തെ വശത്തുള്ള ഡിസ്പ്ലേ 1.1 ഇഞ്ചുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. കാഴ്ചയ്ക്ക് തടസ്സം വരാതിരിക്കാൻ ഹോൾ പഞ്ചിലാണ് ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്നത്. 8GB റാമുമായി പെയർ ചെയ്തിട്ടുള്ള ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 855+ SoC ആണ് ഹാൻഡ്സെറ്റിന് ശക്തി പകരുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് 256GB ആണ്. പക്ഷേ ഈ സ്റ്റോറേജ് മൈക്രോ SD കാർഡിന്റെ സഹായത്തോടെ വികസിപ്പിക്കാൻ കഴിയില്ല. പുതിയ ഫ്ലെക്സ് മോഡ് UI ആണ് ഫോണിൽ സാംസങ് നൽകിയിരിക്കുന്ന ഒരു പ്രധാന പുതിയ ഫീച്ചർ. പല ആംഗിളുകളിൽ ഗാലക്സി Z Flip തുറക്കാൻ ഈ ഫീച്ചർ സഹായിക്കും. രണ്ടാമത്തെ സ്ക്രീനിൽ സ്വൈപ്പ് ടു സീ നോട്ടിഫിക്കേഷൻ ഫീച്ചറും നൽകിയിട്ടുണ്ട്. ഈ ഫീച്ചർ ഉപയോഗിച്ച് ഫോൺ തുറക്കാതെ തന്നെ എല്ലാ പ്രധാന നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് കാണാനാകും. ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഡ്യുവൽ റിയർ ക്യാമറ സംവിധാനമാണ് സാംസങ് ഗാലക്സി Z Flipലുള്ളത്. 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഈ സംവിധാനത്തിലുള്ളത്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി മുൻവശത്ത് 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ നൽകിയിട്ടുണ്ട്. Z Flipലുള്ള ഫ്ലെക്സ് മോഡ് പ്രധാന ഫോൾഡബിൾ ഡിസ്പ്ലേയെ 2 4 ഇഞ്ച് സ്ക്രീനുകളായി മാറ്റും. അതായത് ആദ്യത്തെ സ്ക്രീനിൽ ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മറ്റു വീഡിയോകൾ തിരയാനും കമന്റ് ചെയ്യാനും താഴെയുള്ള രണ്ടാമത്തെ സ്ക്രീൻ ഉപയോഗിച്ച് സാധിക്കും. ഫോൺ മടക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ യൂസറിന് സെൽഫികൾ ക്ലിക്ക് ചെയ്യാം. പകുതി മടക്കി വെച്ചിരിക്കുമ്പോഴും ഒരു പ്രതലത്തിൽ ഫോൺ വെച്ചിരിക്കുമ്പോഴുമെല്ലാം ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യാം. കൂടാതെ 1.1 ഇഞ്ചുള്ള കവർ ഡിസ്പ്ലേയിൽ എല്ലാ നോട്ടിഫിക്കേഷനുകളും കാണാൻ കഴിയും. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള 3300 mAh ബാറ്ററിയാണ് ഫോണിന് സാംസങ് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഭാരം 153 ഗ്രാം ആണ്. സിംഗിൾ മോണോ സ്പീക്കറും ഹാൻഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ഫോൾഡബിൾ ഫോൺ എന്ന രീതിയിലാണ് സാംസങ് ഗാലക്സി Z Flip കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. മുൻപിറങ്ങിയ ഫോൾഡബിൾ ഫോണുകളായ സാംസങ് ഗാലക്സി ഫോൾഡ്, മോട്ടറോളയുടെ റേസർ 2019 എന്നീ ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വില കുറവാണ് ഈ ഫോണിന്. ഗാലക്സി Z Flip ഫോണിന്റെ പ്രത്യേകതകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും 1,00,000 മുകളിലാണ് ഈ ഫോണിന്റെ വില. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഫോൺ വാങ്ങാൻ കഴിയും എന്ന് തോന്നുന്നില്ല. എങ്കിലും ആ വിലയ്ക്ക് മികച്ച ഫീച്ചറുകളാണ് ഫോൺ നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.